ഹലോ ഫ്രണ്ട്സ്, ഈ ലോകത്ത് എയ്റ്റേഴ്സ് ഇല്ലാത്ത ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? വെൽ, അത് വേറെ ആരുമല്ല, നമ്മുടെ ലേറ്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറാണ്. അദ്ദേഹം ഒരു വലിയ മൂവി സ്റ്റാറോ ബിസിനസ്മാനോ അല്ലാതെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനായിരുന്നെങ്കിലും നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ വർക്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. അതുപോലെ നമുക്കെല്ലാവർക്കും ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുമുണ്ട്. സോ ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി ബേസ് ചെയ്ത് എഴുതിയ ബുക്ക് വിങ്സ് ഓഫ് ഫയറിൽ നിന്ന് നമ്മളും സക്സസ്ഫുൾ ആകാൻ മനസ്സിലാക്കേണ്ട ചില ഹാബിറ്റ്സ് ആൻഡ് ലെസൺസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 1, ബിൽഡ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. കലാം സാർ ഒരു സാധാരണ ഫാമിലിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പാരന്റ്സ് അധികം പഠിച്ചിട്ടൊന്നുമില്ല, അവര് പണക്കാരുമല്ല. അദ്ദേഹത്തിന്റെ ഫാമിലി മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും അവർക്ക് അമ്പലത്തിലെ മന്ത്രങ്ങൾ കേൾക്കുന്നതിനൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്പലത്തിലെ പൂജാരിയുടെ മകനായിരുന്നു. ആ കാലത്ത് ഒരുപാട് കാസ്റ്റ് ആൻഡ് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന ചില കാര്യങ്ങൾ കൊണ്ട് എല്ലാവരും സമമാണ്, നമ്മൾ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്തെന്നുള്ള മൈൻഡ് സെറ്റ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് ജലാലുദ്ദീൻ എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ജലാലുദ്ദീൻ കലാം സാറിനേക്കാളും മൂത്തതായതുകൊണ്ട് അദ്ദേഹം കലാം സാറിനോട് നന്നായി പഠിക്കുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കോ. ഒരുപാട് പഠിച്ചവരൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടെന്നൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അദ്ദേഹമാണ് ഈ ഗ്രാമം മാത്രമല്ല നമ്മുടെ ലോകം. ഈ ഗ്രാമത്തിന് പുറത്ത് പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നമ്മൾ കഷ്ടപ്പെട്ടാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി ഷേപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെ അദ്ദേഹം പറയുന്നതൊക്കെ കേട്ട് കലാം സാർ ഒരുപാട് ബുക്സ് വായിക്കാൻ തുടങ്ങി, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരുന്നു. സോ അദ്ദേഹം പോസിറ്റീവ് പീപ്പിൾസിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പോസിറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ആയി. നിങ്ങളും ഒരു പോസിറ്റീവ് മൈൻഡ് ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അദ്ദേഹത്തിനുള്ള പോലെ ജലാലുദ്ദീൻ സാർ ഇല്ലെങ്കിലും ഇതുപോലുള്ള സക്സസ് മൈൻഡ് സെറ്റ് ഒരുപാട് ഇൻസ്പയറിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ബുക്ക് വായിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സോ ഫസ്റ്റ് ഹാബിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പോസിറ്റീവ് പീപ്പിൾസിനെ വെക്കുക, അല്ലെങ്കിൽ ഒരുപാട് സക്സസ്ഫുൾ പീപ്പിൾസിന്റെ ബുക്ക് വായിച്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക. നമ്പർ 2, ഹാവ് ഡ്രീംസ് ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്. കലാം സാർ കുറച്ച് വളർന്നതിന് ശേഷം അദ്ദേഹം നന്നായി പഠിക്കണം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ പാരന്റ്സ് അദ്ദേഹത്തെ സ്പോർട്സ് സ്കൂളിൽ ചേർത്തു. അവിടെ ഒരു ടീച്ചർ അദ്ദേഹത്തിന് ചില ഇമ്പോർട്ടന്റ് ലൈഫ് ലെസൺസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ചാൽ അദ്ദേഹം ഒരു ടീച്ചർ ബാഡ് ആണെങ്കിലും നമ്മൾ നല്ലൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ കഴിയുമെന്ന് റിയലൈസ് ചെയ്തത്. പിന്നെ നമ്മൾ എന്ത് അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചാലും അതിലൊരു സ്ട്രോങ് ഡിസൈർ വെച്ച് നമ്മുടെ മേലൊരു വിശ്വാസം വെച്ച് നമ്മൾ എന്തായാലും ജയിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്താലേ ഈ 3 മൈറ്റി ഫോഴ്സസും അത് റിയാലിറ്റിയായി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുമെന്നും അദ്ദേഹം റിയലൈസ് ചെയ്തു. അതുകൊണ്ടാണ് കലാം സാറ് നമ്മളൊരു ഡ്രീം കാണാൻ പറഞ്ഞത്. കാരണം ചെറുപ്പം മുതൽ അദ്ദേഹം ആകാശത്ത് എന്താണുള്ളത്, പക്ഷികളെ പോലെ എങ്ങനെയാണ് പറക്കാൻ കഴിയുക എന്ന് പറക്കുന്നതിനെ കുറിച്ച് തന്നെയായിരുന്നു ആലോചിച്ചിരുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഡ്രീം ഉള്ളത് കൊണ്ടാണ് സ്കൂൾ കഴിഞ്ഞിട്ട് BSc ഫിസിക്സ് എടുത്തിട്ട് അത് പറക്കാൻ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യില്ലെന്ന് മനസ്സിലാക്കി അത് ഡ്രോപ്പ് ചെയ്ത് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എടുത്തത്. MITയിൽ പഠിക്കാൻ അദ്ദേഹത്തിന്റെ സിസ്റ്റർ സ്വർണ്ണ പണയം വെച്ചായിരുന്നു പണം കൊടുത്തത്. ഈ കാര്യം അദ്ദേഹത്തെ എമോഷണലാക്കി അദ്ദേഹത്തിന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്തു. MITയിലുള്ള പ്രൊഫസേഴ്സിന്റെ ഹെൽപ്പിലൂടെയാണ് കലാം സാർ അദ്ദേഹത്തിന്റെ സെൽഫ് വർത്ത് റിയലൈസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഡ്രീംസിൽ വിശ്വസിച്ച് ഹാർഡ് വർക്ക് ചെയ്താലേ സക്സസ്ഫുൾ ആകാൻ കഴിയുമെന്ന് മനസ്സിലാക്കി. കാരണം അദ്ദേഹത്തിന്റെ ഡ്രീംസിൽ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും ഫ്ലൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്, ചെറിയ കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്നത്, ഇതുപോലെ അദ്ദേഹം കറക്റ്റ് ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് കാണാൻ കഴിയും. സോ ഡിസയർ, ബിലീഫ് ആൻഡ് എക്സ്പെക്ടേഷൻ, ഈ 3 മൈറ്റി ഫോഴ്സിനെ വിശ്വസിച്ച് നിങ്ങളുടെ ഡ്രീംസിൽ ഹാർഡ് വർക്ക് ചെയ്താലേ നിങ്ങൾക്കും സക്സസ്ഫുൾ ആകാൻ കഴിയും. നമ്പർ 3, സ്ട്രഗിൾ ടു ബിക്കം ദ ബെസ്റ്റ്. നമ്മളിൽ ഒരുപാട് ആളുകൾ നമ്മുടെ സിറ്റുവേഷൻസ് ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയാത്തതെന്ന് ചില കാരണങ്ങൾ പറയും. എന്നാൽ കലാം സാറും അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് വേൾഡ് വാർ 2 സമയത്ത് ട്രെയിൻ സ്റ്റേഷനിൽ ഒന്നും നിൽക്കില്ല. അപ്പോൾ ഓടുന്ന ട്രെയിനിൽ നിന്നും ന്യൂസ് പേപ്പർ പുറത്തേക്ക് അറിയും. ആ ന്യൂസ് പേപ്പർ പിടിച്ചിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ കടയിൽ സാധനങ്ങൾ വിറ്റിട്ടുണ്ട്. അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താൽ അദ്ദേഹം MITയിൽ നിന്ന് പാസ്സായതിനു ശേഷം അദ്ദേഹത്തിന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിൽ ഒരു ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടി. അവിടെ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് പഠിച്ചിട്ടില്ലെങ്കിലും അവർക്ക് പ്രാക്ടിക്കലായിട്ട് നല്ല നോളജ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവരുടെ അടുത്ത് നിന്നും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തിന് പറക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് എയർഫോഴ്സിൽ ചേരാൻ ട്രൈ ചെയ്തു. എന്നാൽ അവിടെ 8 ഓപ്പണിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കലാം സാർ 9ാമത്തെ പൊസിഷനിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. സോ അദ്ദേഹം ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ഹോവർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള വലിയൊരു ചാലഞ്ച് ഫേസ് ചെയ്തു. കാരണം അദ്ദേഹത്തിന്റെ ടീമിലുള്ള ആർക്കും അത് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് ബുക്സ് വായിക്കാൻ ട്രൈ ചെയ്തു. എന്നാൽ അതും അത്രയ്ക്ക് ഹെൽപ്പ് ചെയ്തില്ല. സോ ഉള്ള നോളജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു.
അദ്ദേഹത്തിന്റെ കൊളീഗ്സ് എല്ലാം കലാം സാറിനെയും അദ്ദേഹത്തിന്റെ ടീമിനെയും കളിയാക്കാൻ തുടങ്ങി. ഇവരെന്താ ചെയ്യാൻ പോകുന്നതെല്ലാം പറഞ്ഞു. എന്നാലും അദ്ദേഹം ഫോക്കസ്ഡ് ആയിട്ട് 1 ഇയർ ആ പ്രൊജക്ട് വർക്ക് ചെയ്ത് പ്രോട്ടോടൈപ്പ് കംപ്ലീറ്റ് ചെയ്തു. ആ പ്രൊജക്ടിന് നന്ദി എന്നും പേര് വെച്ചു. അദ്ദേഹം 1 വർഷം കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത് സമയത്തിന് മുമ്പ് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്താലും എന്തോ ഒരു കാരണം കൊണ്ട് ആ പ്രൊജക്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ആ പ്രൊജക്ട് സ്റ്റോപ്പ് ചെയ്താലും അതിന്റെ എക്സ്പീരിയൻസിൽ കലാം സാർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇതുപോലെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വന്ന് ചാലഞ്ചസ് ഫേസ് ചെയ്ത് സ്ട്രഗിൾ ചെയ്താലാണ് നമുക്ക് നമ്മുടെ ബെസ്റ്റ് വേർഷനിൽ വരാൻ കഴിയുക എന്ന് മനസ്സിലാക്കി. നമ്പർ 4, വർക്ക് പാഷനേറ്റ്ലി, റിസൾട്ട്സ് വിൽ ഫോളോ. കലാം സാർ 1 വർഷം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് പ്രോട്ടോടൈപ്പ് റെഡിയാക്കിയാലും അത് ആക്ച്വലായിട്ട് യൂസ് ചെയ്യാതെ പ്രൊജക്ട് സ്റ്റോപ്പ് ചെയ്തു. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം അദ്ദേഹം സാഡ് ആയിട്ട് ഫീൽ ചെയ്താലും അദ്ദേഹത്തിന്റെ ബ്രില്യൻ വർക്ക് കണ്ടിട്ട് ISROയിൽ വർക്ക് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടി. സോ ഇസ്രോയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോയിൻ ചെയ്ത ശേഷം അദ്ദേഹം വിക്രം സാരാഭായ് സാറിനെ മീറ്റ് ചെയ്തു. അവിടെ വിക്രം സാരാഭായ് സാർ കലാം സാറിന്റെ പൊട്ടൻഷ്യൽ കണ്ട് അദ്ദേഹത്തിന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് കലാം സാറിനെ ഒരു 6 മന്ത് ട്രെയിനിങ് പ്രോഗ്രാമിന് നാസയിലേക്ക് അയച്ചു. അത് അദ്ദേഹത്തിന്റെ കരിയർ ഇനിയും ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യർ അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഉള്ളതിൽ തന്നെ ബെസ്റ്റ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ആ ബെസ്റ്റ് വർക്കിന് നിങ്ങൾക്ക് പെട്ടെന്ന് റെക്കഗ്നീഷൻ കിട്ടിയില്ലെങ്കിലും ഇവഞ്ച്വലായിട്ട് നിങ്ങളുടെ വർക്കിന് റെക്കഗ്നീഷൻ കിട്ടും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാഷനിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത വർക്കിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ബാഡ് ആയിട്ട് ഫീൽ ചെയ്യും. സോ നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ സ്ട്രഗിൾ ചെയ്താലും സൈഡ് ബൈ സൈഡിൽ നിങ്ങളുടെ പാഷനിലും വർക്ക് ചെയ്യാൻ തുടങ്ങുക. കാരണം അപ്പോഴാണ് നമുക്ക് ഈ ലോകത്തിൽ ഗ്രേറ്റ് ക്രിയേഷൻസ് കാണാൻ കഴിയുക, നമ്മുടെ സോളിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുക. നമ്പർ 5, ബി ഹംബിൾ ആൻഡ് സ്റ്റേ സിമ്പിൾ. കലാം സാർ ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം സിമ്പിൾ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തോട് ഇത്രയും ഇഷ്ടം. ഈ വിങ്സ് ഓഫ് ഫയർ ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ബുക്കിലുള്ള ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം എല്ലാവർക്കും താങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കാണാം. ഞാൻ ഈ പൊസിഷനിൽ ഇരിക്കാൻ ദൈവമാണ് സഹായിച്ചത്, എനിക്ക് നല്ല പ്രൊഫസേഴ്സ് ആൻഡ് ടീച്ചേഴ്സിനെയാണ് കിട്ടിയത്, എനിക്ക് നല്ല ഫ്രണ്ട്സിനെയാണ് കിട്ടിയത്, എനിക്ക് നല്ല പാരന്റ്സിനെ കിട്ടി എന്ന് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഹെൽപ്പ് ചെയ്ത എല്ലാവരെയും താങ്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ്സ് വളരെ ഹംബിൾ ആയിട്ടും സിമ്പിൾ ആയിട്ടും ഇരുന്നത് കൊണ്ട് അദ്ദേഹം ഏതെങ്കിലും സാറ്റലൈറ്റ് വെഹിക്കിൾ ലോഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മിസൈൽസ് ഡെവലപ്പ് ചെയ്യുമ്പോഴോ അദ്ദേഹത്തിന്റെ ടീം മെമ്പേഴ്സിൽ നിന്നും മാത്രം ഇൻപുട്സ് എടുക്കാതെ ഓഫീസിലുള്ള എല്ലാവരുടെ അടുത്തിൽ നിന്നും അവർക്ക് എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് അദ്ദേഹം ചെയ്യുന്ന വർക്ക് ഷെയർ ചെയ്ത് ഫീഡ്ബാക്സ് വാങ്ങും. അവർ കൊടുത്ത ഫീഡ്ബാക്ക് അദ്ദേഹത്തിന് യൂസ്ഫുൾ ആയിട്ടിരുന്നാൽ 1 or 2 വീക്കിന് ശേഷം അവർ അപ്ഡേറ്റ് ചെയ്ത് താങ്ക് ചെയ്യും. ഒരുപാട് ആളുകൾ ലൈഫിൽ ഒരു പൊസിഷനിൽ എത്തിയതിനു ശേഷം ഈഗോ കാണിക്കാൻ തുടങ്ങും, എനിക്ക് എല്ലാം അറിയാമെന്ന് വിചാരിക്കും. എന്നാൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുമ്പോഴും ശരി, വളർന്ന് വലിയ പൊസിഷനിലെത്തിയ ശേഷവും ശരി, സിമ്പിളായും ഹംബിളായിട്ടും ഇരുന്ന് എല്ലാവരും നമുക്ക് എന്തെങ്കിലും ഒരു ലെസൺ പറഞ്ഞു തരുമെന്ന് ഓപ്പൺ മൈൻഡഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സോ നിങ്ങളും സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിലും ലൈഫിൽ വലിയ പൊസിഷനിലാണെങ്കിലും ഹംബിളായിട്ടും സിമ്പിളായിട്ടും ഇരുന്നാലേ ഒരു ലീഡറായിട്ടിരുന്ന് എല്ലാവരുടെയും മനസ്സ് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം വിങ്സ് ഓഫ് ഫയർ എന്ന ബുക്കിൽ നിന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. എലോൺ മസ്കിന്റെയും ജെഫ് ബസൂസിന്റെ ഒക്കെ ബയോഗ്രഫി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോസ് എല്ലാം കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.